നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? സാധാരണ രീതിയിലല്ല, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 2 സവാളയും 2 ചെറിയ തക്കാളിയും അല്പം ഇഞ്ചിയും അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊന്നും ഇടുന്നില്ല. സവാളയും അല്പം ഇഞ്ചിയും 2 തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുപോലെ തീ ഏറ്റവും സിമ്മിൽ വേണം വയ്ക്കാനായിട്ട്. കൂടുതൽ വെച്ചാൽ കരിഞ്ഞു പോകും. അത് ഈ ചട്ടിയല്ല, ഏതിലായാലും കൂടുതൽ തീ കയറ്റിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞതിൻ്റെ ഒരു മണം വരും. ഇതാ നല്ലവണ്ണം ഏകദേശം വരണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ, ഈ രീതിയിൽ വഴണ്ടാൽ മതി. ഒരുപാട് ചുവന്നു പോകണ്ട, ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറം ആയാൽ മതി. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം, ഒന്ന് തണുക്കാനായിട്ട്. ഇതൊന്ന് ഒരു 5 സെക്കൻഡ് ഇരുന്ന് തണുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഇതിനെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അത് ഉള്ളിയൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഈ രൂപത്തിലൊന്ന് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി അതേ സെയിം ചട്ടി തന്നെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് കടുകിടാം. കടുക് മാത്രം മതി, വറ്റൽമുളകൊന്നും ഇടണ്ട. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോഴും തീ സിമ്മിലായിരിക്കണം കൊടുക്കാനായിട്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടി ഇടാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിറം മാറി വരട്ടെ. ഒരു 2 സെക്കൻഡ് ഒന്ന് ഈ എണ്ണയിൽ ഇടാം. എണ്ണ നല്ല തിളച്ച് കിടക്കുന്നു. ഇനി ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ്ടോ, തീ സിമ്മിലാണ് വെച്ചേക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടിയൊക്കെ. നിറം മാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അല്പം മസാലപ്പൊടി കൂടെ ഇടാം. ഞാൻ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതിടാം. അതും ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ്, തക്കാളിയുടെയും സവാളയുടെയും പേസ്റ്റ് ഒന്ന് ഇതിലോട്ടിടാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളകൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഒരല്പം മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വെള്ളം പോരാ, എപ്പോഴും ചൂട് വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. പച്ചവെള്ളം ഉപയോഗിക്കരുത്. തിളപ്പിച്ചാറ്റിയ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഉപയോഗിച്ചത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് കുറുകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഗ്രേവി എത്ര വേണോ അത്രമാത്രം നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ നട്ട്സ് അരച്ച് ചേർക്കാം. ഇതൊക്കെ ടേസ്റ്റ് കൂടുന്ന സാധനങ്ങളാണ്. ഞാനിപ്പോൾ വെറും ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിന് ടേസ്റ്റ് കുറവൊന്നും കാണത്തില്ല. സാധാരണ ഹോട്ടലുകളിലൊക്കെ ഇതുപോലെ തേങ്ങയോ നട്ട്സോ ഒന്നും അരയ്ക്കത്തില്ല, വെറും ചൂടുവെള്ളം തന്നെയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, കാരണം നല്ലവണ്ണം കുറുകി കഴിഞ്ഞു അത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ചൂടുവെള്ളമാണ്, പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇപ്പോഴൊക്കെ സിമ്മിലാണ് വെച്ചേക്കുന്നത്. തീ ഒരു കാരണവശാലും ഒരുപാട് തീ കൂട്ടരുത്. തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരല്പം മല്ലിയില ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. മല്ലിയിലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. മല്ലിയില ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി മുട്ട ആവശ്യത്തിന്, ഞാനിപ്പോൾ 2 മുട്ട 4 എടുത്തിട്ടുള്ളതാണ്. 2 പേരേ ഉള്ളതുകൊണ്ട് 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എത്ര ആളുണ്ടോ അതനുസരിച്ച് സവോളയുടെയും തക്കാളിയുടെയും എല്ലാം ക്വാണ്ടിറ്റി കൂട്ടാം. അതുപോലെ തന്നെ മുട്ടയും ഗ്രേവി എത്രത്തോളം വേണമോ അതിനനുസരിച്ച് നമുക്കിതെല്ലാം കൂട്ടാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ മഞ്ഞ പൊട്ടിയിട്ടുണ്ട്. അതിൽ ചേർന്ന് അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഗ്രേവിയിൽ കൂടെ അതിൻ്റെ മഞ്ഞയും കൂടെ കലരുന്നത്. ഇനി എന്താ അവസാനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം സോസ് കൂടെ ഒഴിക്കുക. ഇത് ഞാൻ റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഒരു എരിവും ചെറിയ ഒരു മധുരവും പുളിപ്പും എല്ലാം കാണും. കുറച്ച് മതി, ഒരല്പം മതി, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഈ സോസും കൂടെ ചേർക്കുമ്പോൾ.
ഇതാണ്ട് ഈ സോസും കൂടെ ചേർത്ത് കഴിഞ്ഞ് തണുക്കുമ്പോൾ നല്ല നിറം വരും. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും വലിയ നിറമില്ല എന്ന്. പക്ഷേ നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റ് ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല നിറം വന്നോളൂ. ഇതിന് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ചൂടിൽ തന്നെ സോസ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതാണ്ടോ, അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, പാത്രത്തിലോട്ട് മാറ്റി. തണുത്തപ്പോൾ അതിൻ്റെ നിറം വ്യത്യാസം വന്നു. ഇതാ കണ്ടോ. അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ കറിയാണിത്. എനിക്കിന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ ഇച്ചിരി ഒരു മുട്ടക്കറിയും കൂടെയൊക്കെ എടുത്ത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തുടക്കമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു മുട്ടക്കറി വയ്ക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നുമില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ബൈ.